ഖുർആനിലെ ആയത്തിൻ്റെ ഒരു കൃത്യത നമുക്ക് മനസ്സിലാകണമെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന വചനം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വമിൻ ആയാത്തിഹി അൻ ഖലക്കലക്കും മിൻ അംഫുസിക്കും അസുവാജ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണ് മിൻ അംഫുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെ എന്ന് ഖുർആൻ പ്രയോഗിക്കാനുള്ള കാരണം? ഇന്ന് കുടുംബജീവിതം ഒക്കെ പ്രശ്നത്തിലായി മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഓരോരുത്തരും വിചാരിക്കുന്നത് മറ്റേയാൾ എൻ്റെ ഇണ ഏറ്റവും പെർഫെക്റ്റായി മാറണം എന്നുള്ള ചിന്തയാണ്. അഥവാ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടും, ഞാൻ ചിലപ്പോൾ അടിക്കും, ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ അതിനനുസരിച്ച് എൻ്റെ ഇണ എന്നോട് റിയാക്ട് ചെയ്യരുത്. അവൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവൻ ഒരു ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആളാകണം എന്നുള്ളതാണ്. അവിടെ അതാണ് ഖുർആൻ ശരിക്ക് ഫസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളാണ്. അതുകൊണ്ട് തന്നെ ഇത് വേറെ ഒരു ജീവി വർഗ്ഗമല്ല, മലക്കല്ല, അല്ലെങ്കിൽ വേറുള്ള ഒന്നല്ല, മറിച്ച് നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെയാണ്. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ അവർക്കും ദേഷ്യം വരും, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ അവർക്ക് സന്തോഷം ഉണ്ടാകും, നിങ്ങൾ ക്ഷമിക്കേണ്ട സാഹചര്യം ഉണ്ടോ അവർ ക്ഷമിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഇണക്കും ഉണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം കുടുംബജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്ന വലിയ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്.